അതായിരുന്നു പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഒരു സ്വാഭാവിക മരണമാണ്. ഒരു പരാതി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തണം, അത് തെളിയിക്കണം. അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരെ സംബന്ധിച്ച് ഒരു മരണം നേരത്തെ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ഷേർലി വാസു ഒക്കെ പറയുമായിരുന്നു, ഒരുപക്ഷെ ഇവരെ നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല, ഇവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു മുഴുവൻ സംഭവങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ മനോനില, അവരുടെ വിശ്വാസം, ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് വിലയിരുത്താൻ കഴിയുന്നത്? ഇതില് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസവുമായി ആർജിച്ചുകൊണ്ട് അവര് ഇപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുന്നു അത്തരം കാര്യങ്ങൾ സാധ്യമാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ അടക്കം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വിശ്വാസമുണ്ട്. ഇത് പലപ്പോഴും പുരാണത്തിലും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ യോഗീശ്വരന്മാരുടെ ഇത്തരം കാര്യങ്ങളെ ചെയ്തിട്ടുള്ള അവര് വിശ്വാസത്തിന്റെ ബലമായിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് ആവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തോ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് വാസ്തവത്തിൽ എന്തോ ഒരു കാര്യം മറച്ചു വെക്കാനായിട്ട് ഇവര് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിയതായിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നിയത്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി രീതിയിലുള്ള അവർ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തു തന്നെയായാലും ഇത് ശാസ്ത്രീയമായി നമുക്ക് ശരിക്ക് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് അറിയുള്ളൂ. എന്തായാലും ആ കുടുംബത്തില് ഇത്തരം വിശ്വാസ്യത ആഞ്ഞ് തന്നെ മനസ്സിൽ തറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവരുടെ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ TV-യിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും ഈ ക്രൈമുകളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ, പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിലാണ് ക്രൈമുകളൊക്കെ നടക്കുക. അപ്പോൾ ആ തരത്തിൽ കൂടി നമുക്കൊരു ആശങ്കയുണ്ട്. ഈ ഒരു ദിവ്യത്വം അതുണ്ടാക്കുന്ന ഇനി തുടർന്ന് അതുണ്ടാക്കുന്ന അതിൻ്റെ പ്രതിഫലനങ്ങൾ, ആ ക്ഷേത്രം, ഇങ്ങനെ പലതും ഇതുമായി ഇഴചേർന്ന് കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇടപെടാതിരിക്കാൻ ഒരു തരത്തിലും പോലീസിനും കഴിയുമായിരുന്നില്ല. തീർച്ചയായിട്ടും ഇതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതൊരു തെളിവ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യം. കാരണം വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടിട്ട് നമ്മളുടെ കേരളം ഇത്രയൊക്കെ എന്താ പറയുന്ന സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഇത്തരം വിശ്വാസത്തെ മുന്നിട്ടുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇത് വളച്ചൊടിച്ചുകൊണ്ട് അതിൽ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിനൊരു പരിഭാവനത വരാനായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ആ ക്ഷേത്രത്തിന് ഇപ്പോൾ ആൾക്കാരും വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴാൻ വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസ്യതയുടെ പേരിൽ വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും കൂടെ ഇത് അവര് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാം പറഞ്ഞതുപോലെ നമ്മളത് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്, പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇവരുടെ ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? അതായത് മരിച്ചു എന്ന് പറയാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല, അത് സമാധിയാണ് എന്ന് പറഞ്ഞ് ഈ വരുന്ന പൊതുസമൂഹത്തോട് മുഴുവൻ അവർ 3 പേരും തർക്കിക്കുന്നത് ഇത് സമാധിയാണ്, മരണമല്ല എന്നാണ് പറയുന്നത്. അതേ, സമാധിയാണ്, മരണമല്ല എന്ന് പറയുമ്പോഴും 3 പേരുടെ സ്റ്റേറ്റ്മെന്റ് മാധ്യമ കാലഘട്ടത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ TV-യിൽ കണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇത് പൂർണ്ണമായിട്ട് അവരുടെ ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി, താങ്ക് യു ഡോക്ടർ സംസാരിച്ചതിന്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി. ഡാൻ കുര്യൻ, ഡാൻ, എന്താണ് വിവരങ്ങൾ? ശ്രീജ, 1.5 മണിക്കൂർ നീണ്ടുനിന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഗോപൻ സ്വാമിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ നമുക്ക് മുമ്പിലെ ഈ റോഡിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസിന്റെ പ്രത്യേക അകമ്പടിയിൽ കടന്നു പോവുകയാണ്. മാധ്യമങ്ങളുടെ ഉൾപ്പെടെ മുഴുവൻ വാഹനങ്ങൾ, മറ്റ് വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി അതിന് വഴിയൊരുക്കിയിരിക്കുന്നു. ഈ ആംബുലൻസിനുള്ളിൽ കേരളത്തെ മുഴുവൻ 3-4 ദിവസമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹമുണ്ട്. ആ മൃതദേഹം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതിന് വേണ്ടി ഇവിടെ നിന്ന് ഈ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റ് നടപടിക്രമങ്ങൾ ഏതാണ്ട് 7 മണിയോടെ തുടങ്ങിയ നടപടിക്രമങ്ങൾ
8:15 പൂർത്തിയാക്കിയതിനു ശേഷം ഫോറൻസിക് സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വിശദമായ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ സമയം, ഒരു 1/4 മണിക്കൂർ സമയം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടിവരും. ഒരു പക്ഷേ ഇനി ഇവിടെ നിന്ന് ഈ പോലീസ് അവിടെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ, അവിടേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനുള്ള ശ്രമം നടത്തും. അതിന് പോലീസ് സമ്മതിക്കുമോ, അതാണ് അറിയാനുള്ളത്. വിശദമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകൾക്ക് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് കമ്മീഷണർ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അവർ ഇവിടേക്ക് എത്തുമോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ, ഈ കുടുംബം ഇപ്പോൾ നടന്ന ഈ നടപടികളോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ഇതൊക്കെയാണ് വരും മണിക്കൂറുകളിൽ വാർത്തകളിൽ നിറയാൻ പോകുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും 1.5 മണിക്കൂർ നീണ്ടുനിന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിശദമായ പരിശോധനകൾക്ക് വേണ്ടി കൈലാസനാഥ ക്ഷേത്രം സ്ഥാപിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കിയിരിക്കുകയാണ്. എന്തായാലും തുടർ നടപടികൾ അവിടെയായിരിക്കും. ഫോറൻസിക് സംഘം അടങ്ങുന്ന വിദഗ്ധ സംഘം വിശദമായ പ്രാഥമിക പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകാൻ അല്പസമയം മുമ്പ് മടങ്ങിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. അതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്ന ആംബുലൻസിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് നീക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കാം എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പുറത്തേക്കെത്തും. അവരേത് തരത്തിലായിരിക്കും പ്രതികരിക്കുക, മൃതദേഹം കണ്ടെത്തിയ സമയത്ത് സ്ഥലത്ത് ഉണ്ടായിരുന്ന സാഹചര്യം, അത് ഇരിക്കുന്ന നിലയിലായിരുന്നുവെന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം പൂജാവസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന വിവരം ലഭിക്കുന്നു. മൃതദേഹം അധികം ജീർണിച്ചിട്ടില്ലായിരുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിലൊക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തേണ്ടത് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അല്പസമയത്തിനകം അവരുടെ പ്രതികരണം വന്നേക്കാം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിയ ഈ നടപടികളോടുള്ള ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം കൂടി അല്പസമയത്തിനകം ലഭിച്ചേക്കാം. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കൈലാസനാഥ ക്ഷേത്രത്തിന്റെ മുഴുവൻ പരിസരവും പോലീസ് കാവലിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴി, ഈ വീടിന്റെ മുൻവശം, അതോടൊപ്പം ഇവിടേക്ക് ഇറങ്ങി വരുന്ന, ഇവിടേക്ക് ആളുകൾക്ക് എത്താൻ സാധ്യതയുള്ള പിൻഭാഗം, ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ വശങ്ങളിലും പോലീസിന്റെ കനത്ത കാവലാണ്, വലിയ സുരക്ഷ. അതായത് രാവിലെ 5:30 ഇങ്ങനെ ഒരു കൃത്യമായ സുരക്ഷ ഇവിടെ ഒരുക്കിയതിനു ശേഷം പോലീസ് സംഘം പരിശോധനകൾക്ക് വേണ്ടി ഇവിടേക്ക്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രവും പരിസരവും വീടും ഈ സമാധി ഇരിക്കുന്ന സ്ഥലവും ഉൾപ്പെടെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നത്. അതിനുവേണ്ടി പോലീസ് കൃത്യമായി സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ആ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നത്. അതിന് ശേഷം 1.5 മണിക്കൂർ, അതായത് 1/2 മണിക്കൂർ കൊണ്ട് ഈ കല്ലറ പൊളിക്കുന്നു. അതിനുശേഷം മൃതദേഹം മറ്റ് കേടുപാടുകൾ വരാത്ത തരത്തിൽ പുറത്തേക്കെടുക്കുന്നു. പുറത്തേക്കെടുത്തതിന് ശേഷം അവർ ഈ പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിൽ ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കയറ്റുകയായിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒരു പക്ഷേ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേക്കാം. ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും കാത്തു നിൽക്കുന്നത്. വലിയ തരത്തിൽ ആളുകൾ ഇവിടേക്ക്, അതായത് ഈ സ്ഥലത്തേക്ക് ആളുകൾ, സന്ദർശകർ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണം ഈ സ്ഥലത്ത് മുഴുവൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ കാവലിലാണ് ഈ പ്രദേശം. അതുകൊണ്ട് വിശദമായ പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്ദർശകരെ ഈ പരിസരത്തേക്ക് കഴിഞ്ഞ ദിവസത്തേക്ക് പോലെ ഇവിടേക്ക് കടത്തിവിടാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണ് ഈ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. അതൊരു ക്രൈം സ്പോട്ടാണ്. അവിടെ നിന്ന് കൂടുതൽ ഈ പറയുന്ന പോലെ സാഹചര്യ തെളിവുകൾ ശേഖരിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇനിയും ആരെയും കടത്തിവിടാൻ സാധ്യതയില്ല. വലിയ സുരക്ഷാ സന്നാഹത്തിൽ തന്നെയാണ് ആ മേഖല മുഴുവനുള്ളത്. ഇന്ന് ഞാൻ രാവിലെ മുതൽ എത്രത്തോളം പ്ലാൻഡായി, എത്രത്തോളം ശ്രദ്ധയോടെയാണ് ഈ പോലീസ് റവന്യൂ സംഘങ്ങൾ ഈ ഒരു കാര്യം തീർത്തത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. എപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമാണല്ലോ. എത്രത്തോളം കരുതലും ശ്രദ്ധയും ഈ ഒരു ഓപ്പറേഷനിൽ പോലീസിനുണ്ടായിരുന്നു?
അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയും സമാനമായ തരത്തിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഫോറൻസിക് ഡോക്ടർമാരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ നടപടികൾ ആരംഭിച്ചത്. ഈ കല്ലറയുടെ അളവെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്ന് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി വലിയ പ്രതിഷേധം ആ പ്രദേശത്തുണ്ടാകുന്നു. ഏതാണ്ട് ഈ കുടുംബം മാത്രം ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തുന്നു. അവർക്ക് നേരെ ഏറ്റുമുട്ടലുമായി മറ്റ് ചില സംഘടനകൾ രംഗത്തെത്തുന്നു. ഇങ്ങനെ പരസ്പരമുള്ള പോർവിളിയിലേക്കും ഏറ്റുമുട്ടലിലേക്കും വാക്കേറ്റത്തിലേക്കുമൊക്കെ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് കയ്യാങ്കളിയാകുന്ന സ്ഥിതി വരെ ഉണ്ടാകുന്നു. അവിടെയാണ് തൽക്കാലത്തേക്ക് ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത്. അത് നിർത്തിവെച്ചതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ ഈ കുടുംബാംഗങ്ങളുമായും പ്രതിഷേധമുന്നയിച്ച സംഘടനകളുടെ പ്രതിനിധികളുമായും വിശദമായ ചർച്ച നടത്തിയത്. സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. അതിനിടയിലാണ് തങ്ങൾക്ക് സാവകാശം വേണം, സാവകാശം നൽകി മാത്രമേ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാവൂ എന്ന കാര്യം അവർ ആവശ്യപ്പെടുന്നത്. അവിടെ പെട്ടെന്നൊരു നടപടിയിലേക്ക് കടന്നാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് നടപടികൾ നിർത്തിവെക്കാം, കുടുംബത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശം നൽകാമെന്നൊരു തീരുമാനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അങ്ങനെ അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇന്നലെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്ന് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം നൽകാനാവാതെ വഴിമുട്ടിയ കുടുംബം അവിടെ ഒടുവിൽ പോലീസിന്റെ വരുതിയിലേക്ക് തന്നെ എത്തുകയായിരുന്നു. പോലീസ് നടപടികൾ ഉടൻ തന്നെ ആരംഭിച്ചേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകി അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ അത് ഉന്നയിച്ചുകൊണ്ടാണ് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം, ഇന്ന് രാവിലെ അത്തരം നടപടികളൊക്കെ മതി എന്നൊരു തീരുമാനം ഉണ്ടാകുന്നത്. എന്തായാലും പിന്നീടുണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് പുലർച്ചെയോടെ ഈ സ്ഥലം മുഴുവൻ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിസരം, അതോടൊപ്പം ഈ സ്ഥലം മുഴുവൻ പോലീസ് കൃത്യമായി നിയന്ത്രണത്തിലാക്കുന്നു. നിയന്ത്രണത്തിൽ ആക്കിയതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കല്ലറ ഏതാണ്ട് അരമണിക്കൂർ സമയം മാത്രമേ അതിന് എടുത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഈ മൃതദേഹം പുറത്തേക്കെടുക്കുന്നു. പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി അല്പസമയം മുമ്പാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. തുടർ നടപടികൾ, വിശദമായ പരിശോധനകളൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും നടക്കുക. പിന്നീട് എന്തായിരിക്കും ഈ മരണകാരണം എന്താണ് എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചൊരു വിശദാംശം അല്പസമയത്തിനകം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കുന്ന പ്രതികരണത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് കരുതാൻ കഴിയുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം തന്നെയാണ്. സ്വാഭാവികമായും അവിടെ നിന്നുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇനി ഉദ്യോഗസ്ഥർ സംസാരിക്കണം. അവിടേക്ക് മാധ്യമങ്ങൾക്കോ മറ്റ് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം ഉണ്ടായിരുന്നു. അത് ഗോപൻ സ്വാമിയുടേത് തന്നെയാണെന്ന് ബന്ധുക്കളും ജനപ്രതിനിധികളും പ്രദേശവാസികളും തിരിച്ചറിഞ്ഞു. ഈ വീട്ടുകാർ ആദ്യഘട്ടത്തിൽ